മനോരമയുടെ മുമ്പിൽ സമരം ചെയ്തതിന് ഞങ്ങൾക്ക് പിന്നെ മോളിൽ നിന്ന് ചോദ്യം വന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. പാപത്തറ എന്ന് പറയുന്ന കഥ ഞാൻ എഴുതുന്നത് പാലക്കാടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പാലക്കാടിലെ ബോർഡർ പ്ലേസിലൊക്കെ അങ്ങനെ സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ ആ കാലത്ത് അതൊരു ട്രെൻഡായിരുന്നു, പെൺകുട്ടികളെ കൊന്നുകളയുക എന്നുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം, ഒരു ഈവനിങ്ങിൽ ശൈലജ ടീച്ചറല്ല കാര്യങ്ങൾ പറയുന്നത്, ആരോഗ്യമന്ത്രി അല്ല കാര്യങ്ങൾ പറയുന്നത്, ഒരു ഈവനിങ്ങിൽ സംഭവിച്ചത് അതാണ്. പിന്നീട് ഒരിക്കലും ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇല്ല. ഇതെങ്ങനെയാണ് വിമോചന സമരത്തോട് താരതമ്യപ്പെടുത്തുക? അവിടെ ഇരിക്കുന്ന ആ കുറച്ച് പെണ്ണുങ്ങൾക്ക് ഈ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വല്ല കോപ്പും അവരുടെ കയ്യിലുണ്ടോ? സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ല എങ്കിൽ സ്ത്രീകളുടെ അഭിപ്രായം അവിടെ വരില്ല, സ്ത്രീകളുടെ കാഴ്ചപ്പാട് വരില്ല, സ്ത്രീകളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ പറ്റില്ല, നിയമനിർമ്മാണത്തിലോ നയരൂപീകരണത്തിലോ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മുഴുവൻ കോട്ടങ്ങളും വീണ്ടും വീണ്ടും ഇതൊരു അണധികാര സമൂഹമായിട്ട് തന്നെ നിലനിൽക്കും. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തിക വിജയം എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം മാനുഷിയുടെ ഓരോ സമരവും വിജയിച്ചത് സമൂഹത്തിലേക്ക് ഒരു ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടാണ്. സ്ത്രീ അനുകൂല മനോഭാവം നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിജയം. ആ ഇഷ്യൂ ഇപ്പോൾ ലതാ കൊല കേസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലങ്കോട് ഒരു പെൺകുട്ടി 13 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. അത് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടതാണ്. അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തു. അവിടുത്തെ നാട്ടുകാർക്കറിയാം അത് ആത്മഹത്യയല്ല എന്ന്. അവർ സംഘടിച്ചു, അവരെൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെയൊന്നും വിശ്വാസമില്ല, ടീച്ചർമാർ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സുമംഗല ടീച്ചർ അതിൽ ഇടപെട്ടു. കുറേ നീണ്ടു നിന്ന സമരമാണത്. പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിജയമാണോ? വിജയമാണ് അല്ലേ? പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കൊലപാതകമാണെന്ന് കുറ്റം ചുമത്തപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, കൊലപാതകമാണെന്ന് പബ്ലിക് അറിഞ്ഞു. വൻ സമരമായിരുന്നു അത്. ഞങ്ങളൊക്കെ നിരന്തരം കൊല്ലങ്കോട് ധാരണയായിരിക്കും. പട്ടാമ്പി കോളേജിൽ പഠിപ്പിച്ച് തിരിച്ചുപോയി 4 മണി തൊട്ട് 8 മണി വരെ കൊല്ലങ്കോട് സമരപ്പന്തലിലിരുന്ന് തിരിച്ച് തൃശ്ശൂർ വീട്ടിലേക്ക് വരുന്ന തരത്തിലുള്ള ശരീരത്തിനെ നശിപ്പിച്ച പരിപാടികളാണ് ഞാൻ ആ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമരം ലതാ കൊല കേസ് ഒരു വിധത്തിൽ സക്സസ് ആയി എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിന് വിചാരണ നടന്ന സമയത്ത് പ്രതികൾ മുഴുവൻ രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ അപ്പോൾ അവരുടെ വക്കീൽ എന്നെ വിളിച്ചു, ചെന്താമരാക്ഷൻ വക്കീൽ, ഞാൻ ഓർക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇത് നിങ്ങൾ തോറ്റു, ഇനിയിപ്പോൾ നിങ്ങളെ വിചാരണ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം കേസൊക്കെ ഇത് അവർക്ക് അനുകൂലമായി മാറി. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു എന്നെ വിചാരണ ചെയ്യണമെന്നില്ല എന്ന്? എന്നെ വിചാരണ ചെയ്യണം, ഞാൻ വരുന്നുണ്ട് പറഞ്ഞു. ഞാൻ പോയി. പക്ഷേ നമുക്കറിയാം നാടകമായിരുന്നു അത്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഇത്തിരി അവശയായിപ്പോയി. എനിക്കറിയാമായിരുന്നു ഇങ്ങനെ വരുള്ളൂ എന്ന്. കാരണം ആ കുട്ടിയുടെ അമ്മയെ സ്വാധീനിച്ച് കണ്ടമാനം പണം കൊടുത്തു. ഇവർക്ക് പറ്റൂല, പണം കൊണ്ട് മറിക്കാൻ പറ്റുമല്ലോ. അവർ അബ്കാരികളായിരുന്നു. അപ്പോൾ അതിനെ പണം കൊണ്ട് അട്ടിമറിച്ചു. കേസ് അവർ ജയിച്ചു. ഇപ്പം ഞാൻ അവിടെ ഒരു മിൽമ ബൂത്തിൽ കയറി ഒരു കാപ്പ് കുടിക്കാൻ നേരത്ത് 3-4 പേര് അവിടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ മഹാന്മാരായിരിക്കണം. അവർ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെവിടെ വിജയം? ആ സമരം നടന്ന അത്രയും കാലം ഈ പ്രദേശത്ത് മുതലമട കൊല്ലങ്കോട് പ്രദേശത്തെ ജനങ്ങളിലെ ഈ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു റേപ്പിൻ്റെയും
അതുപോലുള്ള കുറ്റകൃത്യങ്ങളുടെയും ഒരു ഇത് നമുക്ക് തുറന്നു കാണിക്കാനും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും നിരന്തര പ്രസംഗങ്ങളും നിരന്തരം ഉള്ള പ്രവർത്തനങ്ങളിൽ കൂടെ സാധിച്ചു എന്നുള്ളതാണ്. അന്ന് മനോരമയൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മനോരമ എതിരായിട്ട് എഴുതി, നമുക്കെതിരായിട്ട് അവർക്ക് അനുകൂലമായിട്ട് എഴുതി. ഞങ്ങൾ മനോരമയുടെ മുമ്പിൽ പോയിരുന്നു. മനോരമയുടെ മുമ്പിൽ പോയി ഞാനും ടീച്ചറും മാത്രമേ ഉള്ളൂ, പിന്നെ ആരൊക്കെയോ കുട്ടികൾ ആരൊക്കെയോ വന്നു. ഞങ്ങൾ മനോരമയുടെ മുമ്പിൽ സമരം ചെയ്തു. അത് വലിയ ഇഷ്യൂ ആയി. മനോരമയുടെ മുമ്പിൽ സമരം ചെയ്തതിന് ഞങ്ങൾക്ക് പിന്നെ മോളിൽ നിന്ന് ചോദ്യം വന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചോദ്യം വന്നു. അന്നത്തെ പ്രിൻസിപ്പൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട്, പൊതുസ്ഥാപനമാണല്ലോ അപ്പം. അങ്ങനെയുള്ള ആ ഒരു സമരം ഉണ്ടാക്കിയൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്, തിരിച്ചറിവ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ തിരിച്ചറിവാണ് ആ സമരത്തിൻ്റെ വിജയം. അബ്കാരികൾ പണം കൊടുത്ത് മറിച്ച് അതിനെ കേസ് ജയിച്ചു. അവർ ജയിച്ചു. അവരാണോ ജയിച്ചത്? അല്ല, സമൂഹത്തിലുണ്ടായ ചലനമാണ് ജയിച്ചത്. അങ്ങനെയാണ് ഞാൻ ഓരോ ഇടപെട്ട സമരങ്ങളിലെയും വിജയത്തെയും പരാജയത്തെയും കാണുന്നത്. പെണ്ണെഴുത്ത് എന്ന് പറയാം, അന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഥകൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടായ ഒരു തിരിച്ചറിവാണ് സ്ത്രീയെ സംബന്ധിച്ചുള്ള. അതുവരെ സ്ത്രീ ചിത്രീകരിക്കപ്പെട്ടതുപോലെ ഭാഷാപരമായിട്ടോ ആശയപരമായിട്ടോ ഉള്ളൊരു സ്ത്രീയെ അല്ല നമ്മൾ എഴുതുന്നത്. മനസ്സിലായില്ലേ? അവകാശാധികാരങ്ങളുള്ള തുല്യതയുള്ളൊരു സ്ത്രീയാണ് നമ്മൾ എഴുതുന്നത്. അതേസമയം എന്താണ് സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്നതെന്നുള്ള ഒരു സംഗതിയും കൂടി നമുക്ക് എഴുതേണ്ടതുണ്ട്. അങ്ങനെ പല മട്ടിൽ എൻ്റെ എഴുത്തിനെ തന്നെ രൂപം മാറ്റാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ പാപത്തറ എന്ന് പറയുന്ന കഥ ഞാൻ എഴുതുന്നത് പാലക്കാടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പാലക്കാടിലെ ബോർഡർ പ്ലേസിലൊക്കെ അങ്ങനെ സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ ആ കാലത്ത് അതൊരു ട്രെൻഡായിരുന്നു, പെൺകുട്ടികളെ കൊന്നുകളയുക എന്നുള്ളത്, ഭ്രൂണഹത്യ. അതുപോലെ അപ്പോൾ വളരെ വലിയ സമരം ബോംബെയിലൊക്കെ നടന്നിട്ടുള്ളത്. വിഭൂതി പട്ടേലൊക്കെ പങ്കെടുത്തിട്ടുള്ള സമരങ്ങൾ, വിഭൂതി ഇവിടെ വന്നിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട്, പെൺഭ്രൂണഹത്യകൾക്കെതിരെ. അപ്പോൾ ലിംഗനിർണയം ചെയ്ത് പെൺകുട്ടിയാണെന്ന് കണ്ടാൽ അതിനെ നശിപ്പിച്ച് കളയുന്ന, അതിന് മാതാപിതാക്കൾക്ക് അവകാശം കൊടുക്കുന്ന തരത്തിലുള്ള ക്ലിനിക്ക് അവസരം കൊടുക്കുന്ന തരത്തിലുള്ള ക്ലിനിക്കുകൾ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ ക്ലിനിക്കുകൾക്കെതിരെ, ഈ ലിംഗ പരിശോധനയ്ക്കെതിരെ, നിർണയത്തിനെതിരെ, അതുപോലെ തന്നെ തുടർന്നുള്ള അബോർഷനെതിരെ നമ്മൾക്ക് നിലപാടുകളുണ്ടായിരുന്നു. നമ്മളത് ശക്തമായിട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ഈ മീറ്റിങ്ങുകളിലൊക്കെ അത് ആവർത്തിച്ച് പറയപ്പെട്ടുകൊണ്ടിരുന്നു. പാലക്കാട് ഉണ്ടായിരുന്നത് വളരെ പ്രാകൃതമായ രീതിയിൽ പിന്നെ ജനിച്ച ഉടനെ കുട്ടികളെ കൊല്ലുന്ന അനുഭവങ്ങൾ ഒരുപാട് പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ മഞ്ഞരളി എന്ന് പറയുന്നൊരു വിഷച്ചെടിയുണ്ട്. അതിൻ്റെ കായ അരച്ച് മുലക്കണ്ണിൽ തേച്ചിട്ട് കുട്ടിയെ പാൽ കുടിപ്പിച്ച കുട്ടി മരിച്ചു പോകും. അപ്പോൾ അത് വ്യാപകമായിട്ട് നടക്കുന്ന ആ കാര്യത്തെക്കുറിച്ചിട്ട് ക്ലിനിക്കുകളും ഡോക്ടേഴ്സും അറിവുള്ളവരൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ കഥയാണ് പാപത്തറ എന്ന് പറഞ്ഞ കഥ. പക്ഷേ പാപത്തറ ഒരു പ്രചരണത്തിന് വേണ്ടി അല്ല, അത് കലാത്മകമായിട്ട് തന്നെ എഴുതിയതാണ്. ആ കഥ എഴുതിയപ്പോൾ പിന്നെ കംസൻ കൊല ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തൊട്ടിയിലാക്കി പഴന്തുണിയിലാക്കിയിട്ട് പുഴ കടത്തി കൊണ്ടുപോകുന്ന കൃഷ്ണൻ, ആ കൃഷ്ണനുമായിട്ട് സമീകരിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ ഞാൻ എഴുതിയത്. അവിടെയാണ് അങ്ങനെ എൻ്റെ ഈ 7 മലയും കടന്ന് 7 കടലും കടന്ന് ഇവളെ പെണ്ണ് പൂക്കുന്ന നാട്ടിലെത്തിക്കാമോ എന്ന് ചോദിക്കുന്നത് ഈ ഒരമ്മ. അവളെ പെണ്ണ് മുഴുവൻ പെണ്ണാണ്. ആ പെണ്ണുങ്ങളെയൊക്കെ കൊന്നു കളയുന്നുണ്ട്. ഈ കുട്ടീനെയെങ്കിലും അവൾക്ക് രക്ഷിക്കണമെന്നുണ്ട്. അപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ചോദിക്കുന്നത്. മഞ്ഞളിക്കായ തേച്ച് അതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോടൊന്നില്ലാതെ, ഇന്നൊരാളോടൊന്നില്ല, ആരോടൊന്നില്ലാതെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതിനെ ഞാൻ തൊട്ടിയിൽ വെച്ച് തരാം, 7 കടൽ 7 മലയും കടത്തിയിട്ട് ഇവളെ പെണ്ണ് പോക്കുന്ന നാട്ടിൽ എത്തിച്ചു തരാമോ, എൻ്റെ താലിമാലയും പൊട്ടിച്ചു തരാം എന്നാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ലിറ്ററേച്ചർ ആയിട്ട് വരുമ്പോൾ ആ രീതിയിൽ വരുന്നുണ്ട്. അതല്ലാത്ത ചില കഥകൾ നമ്മൾ കൃത്യമായ നിലപാടുകൾ വെച്ചുകൊണ്ടുള്ള ചില കഥകളും എഴുതേണ്ടതുണ്ട് ആ സമയത്ത്. കാരണം അതൊരു ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഓരോ എഴുത്തുകാരുടെ ഉള്ളിലും എന്ന് പറയുന്ന കഥയിലും അങ്ങനെ തന്നെയാണ്. ഒരു സാമ്പ്രദായികമായ ഒരു സംവിധാനത്തിനകത്ത്, ഒരു കുടുംബത്തിനകത്ത്, അല്ലെങ്കിൽ എഴുത്തുകാരുടെ സമൂഹത്തിനകത്ത് എഴുത്തുകാരി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവൾ എന്തുകൊണ്ട് വീട് വിട്ടു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള
കുറേ കഥകൾ അതും. അപ്പോൾ ആ കഥകളൊക്കെ കൂടി ഒരു സമാഹാരമാക്കിയപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദനാണ് അതിൻ്റെ അവതാരികയിൽ ഇത് പെണ്ണെഴുത്താണ് എന്ന് സ്ഥാപിച്ചത്. ഉടനെ പെണ്ണെഴുത്ത് വേണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കുറേ ദീർഘകാലം ചർച്ചകൾ നടക്കുകയുണ്ടായി നമ്മുടെ സമൂഹത്തിൽ. ആശാസമരം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പകുതിയിലധികം ദളിത് സ്ത്രീകൾ അടങ്ങിയിട്ടുള്ള ഏറ്റവും ദരിദ്ര വിഭാഗം നടത്തുന്ന ഒരു സമരമാണ്. അവരവരുടെ ഓണറേറിയം കൂട്ടിത്തരാൻ പറയുമ്പോൾ 232 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് മൂക്ക് താഴോട്ടുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. മനസ്സിലാകാത്തത് ഭരണകൂടത്തിനാണ്. സർക്കാരിന് എന്തുകൊണ്ടാണത് മനസ്സിലാവാത്തത് എന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഓണറേറിയം, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ നമുക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ആണെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് സാമ്പത്തിക ധൂർത്തടക്കം ഉള്ള കാര്യങ്ങളും പല പല വിഭാഗങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുന്നു, ഉദ്യോഗസ്ഥർക്ക് കൂട്ടിക്കൊടുക്കുന്നു ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ തന്നെ ആഡംബരങ്ങളും ചെലവുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 26,000-ഓളം വരുന്ന ആശാവർക്കർമാർക്ക് കുറച്ച് ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ അവരാവശ്യപ്പെടുന്ന അത്ര ഇല്ലെങ്കിലും ഇനി കുറച്ച് കൂട്ടിക്കൊടുത്തുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കാത്തതിൻ്റെ പിന്നിൽ മറ്റ് കാരണങ്ങളാണുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ സർക്കാരിന് അനഭിമതരായിട്ടുള്ള ആളുകളാണ് ഈ അവരുടെ മുൻകൈയിലാണ് ഈ സമരം നടക്കുന്നതെന്ന് ഒരു ധാരണ ഉണ്ട് തോന്നുന്നു. ഞാൻ പറയുന്നത് അനഭിമതരോ അഭിമതരോ ആരോ ആവട്ടെ, പ്രശ്നം ഈ സ്ത്രീകളുടേതാണ്. അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയാണ്. ഒരുപാട് പേര് കടക്കണിയിലാണ്, ജപ്തി ഭീഷണി നേരിടുന്നവരുണ്ട്. അല്ലെങ്കിലൊന്നും ഈ 60 ദിവസമായിട്ടും സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോകാതെ സമരം ചെയ്യണമെങ്കിൽ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രേരണ കൊണ്ട് നടക്കുന്ന കാര്യം അല്ല. അവനവൻ്റെ തന്നെ ആവശ്യങ്ങളുടെ ഊക്കുകൊണ്ട്, കുടുംബത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ടൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ഒരു നീക്കവും ഇപ്പോഴും നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പോൾ ഒരു വലിയ തോതിൽ ഒരു സമരമുഖത്തേക്ക് അവർ എത്തിപ്പെടുക. അപ്പോൾ ശക്തി ക്ഷയിപ്പിച്ച് ഈ സമരത്തെ തോൽപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള നിശബ്ദതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഇപ്പോൾ കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേസമയം ഓണറേറിയം കൂട്ടുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുമില്ല, നടക്കുന്നില്ല. അതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്, ആവശ്യങ്ങൾ ന്യായമാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണല്ലോ വർഗസമരത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ വർഗസമര സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. അതേസമയം ഇത് വിമോചന സമരമാണെന്ന് ഇപ്പോൾ MA ബേബി അടക്കം പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വിമോചന സമരത്തോട് താരതമ്യപ്പെടുത്തുക? അവിടെ ഇരിക്കുന്ന ആ കുറച്ച് പെണ്ണുങ്ങൾക്ക് ഈ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വല്ല കോപ്പും അവരുടെ കയ്യിലുണ്ടോ? അപ്പോൾ ആ പറയുന്നതിലൊരർത്ഥമില്ല. എന്തോ ഒരു അനിഷ്ടം, ഒരു അഭിമാന പ്രശ്നം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണേ. അതൊരു ദുരഭിമാനമായിട്ട് മാറിയൊരു സാഹചര്യവും കൂടി ഉണ്ട്. നേരെ മറിച്ച് ആശമാരെ വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നം പരിഹരിക്കുകയാണ് എങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള ഇഷ്ടം കൂടുകയുള്ളൂ ജനങ്ങൾക്ക്. അവിടെ ജയിക്കുക അവർ തന്നെയായിരിക്കും. സർക്കാരാണ് ജയിക്കുക. ആശമാരുടെ സമരം അവസാനിപ്പിച്ചാൽ ജയിക്കുന്നത് ആശമാരല്ല, സർക്കാർ തന്നെയാണ്. അത് ഒരുപക്ഷെ ഈ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇടപെട്ട് നടക്കുന്ന സമരം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ആശമാരുടെ സമരം പരാജയപ്പെട്ടാൽ ഈ സർക്കാരിനെക്കുറിച്ച് വലിയ അവമതിപ്പ് സമൂഹത്തിലുണ്ടാവുകയും ചെയ്യും. ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ പ്രാതിനിധ്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത തരത്തിലുള്ള വനിതാ പ്രാതിനിധ്യമാണ് പാർട്ടിക്കകത്തും പിന്നെ ജനപ്രതിനിധികളുടെ അകത്തൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നത്. ജനസംഖ്യാനുപാതികമായിട്ടുള്ള തുല്യത നൽകുകയാണെങ്കിൽ 50-50 വേണ്ടി വരും. ഒരു പക്ഷേ 51 വേണ്ടി വരും സ്ത്രീകൾക്ക്, ജനസംഖ്യാനുപാതികമായിട്ട് വരികയാണെങ്കിൽ.
അപ്പോൾ ആ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം പോയിട്ട് 33% സംവരണം പോയിട്ട് അതിൻ്റെയും എത്രയോ താഴെ കിടക്കുന്ന തരത്തിലുള്ള പ്രാതിനിധ്യമാണ് പിന്നെ അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് ഉള്ളത്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, 2 സ്ത്രീകളല്ലേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. അതേപോലെ ഓരോ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇല്ല. സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ല എങ്കിൽ സ്ത്രീകളുടെ അഭിപ്രായം അവിടെ വരില്ല, സ്ത്രീകളുടെ കാഴ്ചപ്പാട് വരില്ല, സ്ത്രീകളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ പറ്റില്ല, നിയമനിർമ്മാണത്തിലോ നയരൂപീകരണത്തിലോ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മുഴുവൻ കോട്ടങ്ങളും വീണ്ടും വീണ്ടും ഇതൊരു അണധികാര സമൂഹമായിട്ട് തന്നെ നിലനിൽക്കും. മനസ്സിലായി? ഈവൻ വളരെ സങ്കടം തോന്നുന്നൊരു കാര്യമാണ്, വളരെ കരുത്തുറ്റൊരു മന്ത്രിയായിരുന്നു ശൈലജ, ആരോഗ്യമന്ത്രി. ശൈലജ ടീച്ചറുടെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ആയിരുന്നു. ഓരോ ദിവസവും ടീച്ചർ പറയുന്നത് കേൾക്കാൻ നമ്മൾ കാതോർത്തിരുന്നു. അതിൻ്റെ കാരണം ടീച്ചർ പഠിച്ച് ലോകത്തു നിന്നുള്ള മുഴുവൻ അറിവും കോവിഡിനെ പറ്റി പഠിച്ച്, ആ പകർച്ചവ്യാധി നിപ്പ വന്നപ്പോഴും അതിന് ശേഷം കോവിഡ് കാലത്തും വളരെ ശക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ലോകത്ത് എന്ത് സംഭവിക്കുന്നു, ഈ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തന്നെയല്ല നമ്മളെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു, പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിനെ ലോകമാകെ ടീച്ചറിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നൊരു കാലമാണിത്. അതിന് അങ്ങനെയാണ് മാഗ്സാസെ അവാർഡൊക്കെ ടീച്ചർക്ക് വരുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ആ അവാർഡ് വാങ്ങുന്നതിന് സമ്മതിക്കാത്ത തരത്തിൽ പാർട്ടിക്ക് ഒരു നയമുണ്ട് എന്നാണ് നമ്മൾ പിന്നീട് കേട്ടത്. ടീച്ചർ ഒരു ശക്തിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകയാണ്, പാർട്ടി പറയുന്നല്ലാതെ ടീച്ചർ ചെയ്യില്ല, അതുകൊണ്ട് ടീച്ചർ അത് വാങ്ങിയില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ഒരു ഈവനിങ്ങിൽ ശൈലജ ടീച്ചർ അല്ല കാര്യങ്ങൾ പറയുന്നത്, ആരോഗ്യമന്ത്രി അല്ല കാര്യങ്ങൾ പറയുന്നത്, ഒരു ഈവനിങ്ങിൽ സംഭവിച്ചത് അതാണ്. പിന്നീട് ഒരിക്കലും ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇല്ല. അപ്പോൾ ഉള്ള അപൂർവം സ്ത്രീകളിൽ അവരെ കയറി വരുമ്പോൾ ഏത് തരത്തിലാണ് അവരെ ഡീൽ ചെയ്യുന്നത് പാർട്ടി എന്നുള്ളത്. എല്ലാ പാർട്ടികളും, ഷാനിമോൾ ഉസ്മാനും അതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിലെ. അപ്പോൾ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തോട് കൂടിയിട്ടുണ്ടാവില്ല. ഇനി നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല.